Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗ്ം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ അതിലെ സ്കോപ്പ് ആൻഡ് നെയിംസ് ആണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Scripting languages. All scripting languages are programming languages. എല്ലാ scripting languagesഉം programming languages ആണ്. The scripting language is basically a language where instructions are written for a runtime environment. ഇപ്പോൾ scripting language എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാം? അതായത് HTML, JavaScript, Perl അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തമ്മിലുള്ളൊരു പ്രൈമറി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കമ്പൈലർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലാണെങ്കിൽ ഇവിടെ ഇന്റർപ്രിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ കമ്പൈലേഷൻ എന്നുള്ള സ്റ്റെപ്പ് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസ് ബേസിക്കലി എ ലാംഗ്വേജ് വേർ ഇൻസ്ട്രക്ഷൻസ് ആർ റിട്ടേൺ ഫോർ എ റൺ ടൈം എൻവയോൺമെന്റ്. They do not require the compilation step and are rather interpreted. It brings new function to applications and glue complex system together. A scripting language is a programming language designed for integrating and communicating with other programming languages. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ഷനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസ് ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ്. അതിൽ ദി യൂസ് ഓഫ് ദി വേർഡ് സ്ക്രിപ്റ്റ് ഇൻ ആൻ കമ്പ്യൂട്ടിംഗ് യൂസ് ഫോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഫയലിൽ കമാൻഡ്സ് ഉണ്ടായിരിക്കും, ആ കമാൻഡ്സിനെ സീക്വൻസ് ആയിട്ട് റീഡ് ചെയ്യുന്നു ആൻഡ് ഫോളോ ഇൻ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ലാംഗ്വേജസിൽ വരുന്ന ചെറിയ ചെറിയ കമ്പോണൻസിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇന്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് തന്നെ. This style of programming frequently uses and scripting language to interconnect off-the-shelf components that are themselves written in conventional language. അപ്പോൾ ഈ ഒരു രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന അപ്ലിക്കേഷൻസിനെയാണ് glue applications എന്ന് പറയുന്നത്. And the language is called a glue language. Then ഇനി വരുന്നത് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിൽ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും അതുപോലെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും. അപ്പോൾ അതിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സിങ്ങും എവിടെയായിരിക്കും? സെർവർ സൈഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സൈഡ് കമ്പ്യൂട്ടേഷൻ ഓവർ ഹെഡ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്യാൻ യൂസ് ഹ്യൂജ് റീസോഴ്സസ് ഓഫ് ദി സെർവർ, കംപ്ലീറ്റ് ഓൾ പ്രോസസ്സിംഗ് ഇൻ ദി സെർവർ ആൻഡ് സെൻഡ് പ്ലെയിൻ പേജ് ടു ദി ക്ലയന്റ്. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അതായത് സെർവർ പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആവുന്നില്ല. ഡസ് നോട്ട് ഇൻവോൾവ് സെർവർ പ്രോസസ്സിംഗ്. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഈസ് ഡൗൺലോഡ് ടു ദി ക്ലയന്റ് ബ്രൗസർ. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും? അതായത് ലോക്കലി പിന്നെ എക്സിക്യൂട്ട് ചെയ്യാണ് അല്ലേ? ക്ലയന്റ് ബ്രൗസർ എക്സിക്യൂട്ട് ഇൻ ലോക്കലി. ഓക്കെ, are normally used to add functionality to web pages. An example പറയുകയാണെങ്കിൽ different menu style, graphic displays or dynamic advertisement. Then ഇനി വരുന്നത് application of scripting languages ആണ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, അതായത് സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് JavaScript, PHP, Perl അങ്ങനെ. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് ജാവാസ്ക്രിപ്റ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റ് രണ്ടിലും വരുന്നുണ്ട്, അജാക്സ്, ഓക്കെ, jQuery അങ്ങനെ വരുന്നത്. ഇനി അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഷെൽ, പേൾ, പൈത്തൺ സ്ക്രിപ്റ്റ് എക്സെട്ര. അതുപോലെ തന്നെ ഗെയിം ആപ്ലിക്കേഷൻ മൾട്ടിമീഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് പ്ലഗിൻസ് ആൻഡ് എക്സ്റ്റൻഷൻ ഫോർ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ചെറിയ ചെറിയ കമ്പോണൻസിനെ എല്ലാം തന്നെ കണക്ട് ചെയ്ത് ഇന്റർ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി വരുന്നത് ഡിഫറെന്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ആക്റ്റീവ് സെർവർ പേജസ് ASP. അപ്പോൾ എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് സെർവേഴ്സ് മാത്രമാണ് റൺ ചെയ്യുള്ളൂ. അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പേൾ എന്ന് പറഞ്ഞാൽ ഓൾഡ് യൂണിക്സ് ലാംഗ്വേജ് ആണ്.
found on all Windows and Linux servers, can handle text manipulation task. Okay, അപ്പോൾ എന്ന് പറഞ്ഞ ഒരു excellent web scripting language ആണ്. Then next scripting language എന്ന് പറയുന്നത് PHP ആണ്. Especially good at connecting to MySQL databases. Very popular language. അപ്പോൾ PHP ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂണിക്സിലും വിൻഡോസിലും റൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എംബഡഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് HTML എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനി ഇതിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സി, ജാവ, പേൾ അതുപോലെ തന്നെയാണ് വരുന്നത്. ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ് ആൻഡ് ഗുഡ് യൂസർ ഇന്റർഫേസ്. ദെൻ ഇവിടെ എക്സിക്യൂഷൻ, ഈ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സെർവർ സൈഡ് എക്സിക്യൂഷൻ ആണ് വരുന്നത്. ഇനി അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ JSP ആണ്, ജാവ സെർവർ പേജസ് ഡെവലപ്ഡ് ബൈ സൺ. ഇവിടെ ജാവ പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ് സെർവർ സ്പെസിഫിക് ഫ്രെയിംവർക്ക് ലൈക്ക് മൈക്രോസോഫ്റ്റ് ASP. ഓക്കെ, മൈക്രോസോഫ്റ്റ് ASP പോലെയുള്ള ഒരു സെർവർ സ്പെസിഫിക് ഫ്രെയിംവർക്ക് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ CGI കോമൺ ഗേറ്റ്വേ ഇന്റർഫേസ്. ഇതൊരു സെർവർ സൈഡ് സൊല്യൂഷൻ ആണ്. ഇവിടെ ഓരോ വെബ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യണം. നീഡ്സ് ടു ലോഞ്ച് സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ ഈച്ച് വെബ് റിക്വസ്റ്റ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ അലോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ASP.NET ആണ്. Server side technology to create faster, reliable and dynamic web pages. Okay, ഇവിടെ .NET framework languages support ചെയ്യുന്നുണ്ട്. അതാണ് C#, VB.NET, JScript.NET. Okay. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ഡിസൈനേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Provides flexibility to designers and developers to work separately. Then അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് VB സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വെരി ഈസി ടു ലേൺ. ഇവിടെ വിഷ്വൽ ബേസിക് ഫങ്ഷനാലിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജാവ സ്ക്രിപ്റ്റ് അടുത്ത ലാംഗ്വേജ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഈസി ടു യൂസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. Enhance dynamics and interactive features of a web page. Allows to perform calculation, write interactive games, add specific effects, customize graphic selections, create security passwords. Glue languages. അപ്പോൾ glue language എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. യൂഷ്വലി ആൻഡ് ഇന്റർപ്രിറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഗ്ലൂ കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഗ്ലൂ കോഡ് യൂസ് ചെയ്യുന്നത്? അതായത് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ലൈക്ക് പേൾ ആൻഡ് പൈത്തൺ ആർ സംടൈംസ് കോൾഡ് ഗ്ലൂ ലാംഗ്വേജ് ബിക്കോസ് ദേ were originally designed to glue existing programs together to build a large system. അല്ലെ, പ്രോഗ്രാംസ് എല്ലാം തന്നെ കണക്ട് ചെയ്താലല്ലേ ലാർജ് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഗ്ലൂ ലാംഗ്വേജസ്. Then ഇനി വരുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇവല്യൂഷൻ ആണ്. മോഡേൺ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഹാവ് ടു പ്രിൻസിപ്പൽ സെറ്റ് ഓഫ് ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കമാൻഡ് ഇന്റർപ്രിറ്റേഴ്സ് ആണ്. രണ്ടാമത് പറഞ്ഞാൽ വേരിയസ് ടൂൾസ് ഫോർ ടെക്സ്റ്റ് പ്രോസസിംഗ് ആൻഡ് റിപ്പോർട്ട് ജനറേഷൻ. ഓക്കെ, ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ശരിക്കും പറഞ്ഞാൽ മോഡേൺ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ ടു പ്രിൻസിപ്പൽ സെറ്റ് ഓഫ് ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിൽ കമാൻഡ് ഇന്റർപ്രിറ്റേഴ്സിൽ വരുന്ന ലാംഗ്വേജസ് എന്തൊക്കെയാണ്? IBMന്റെ JCL, MS-DOS കമാൻഡ് ഇന്റർപ്രിറ്റർ, യൂണിക്സ് SH, അതുപോലെ തന്നെ CSH. ഇനി വേരിയസ് ടൂൾസ് ഫോർ ടെക്സ്റ്റ് പ്രോസസിംഗ് ആൻഡ് റിപ്പോർട്ട് ജനറേഷൻ. അപ്പൊ അതിൽ വരുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് IBMന്റെ RPG, അതുപോലെ യൂണിക്സ്, SED ആൻഡ് AWK എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്ന് ഇവോൾവ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫ്രം ദിസ് ഇവോൾവ് എന്തൊക്കെയാണ്? അതായത് RBMന്റെ REXS, അതായത് റീസ്ട്രക്ചേർഡ് എക്സ്റ്റെൻഡഡ് എക്സിക്യൂട്ടർ. ഓക്കെ, അതുപോലെ തന്നെ പേൾ. അപ്പോൾ ഈ ഒരു പേൾ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇപ്പോൾ ഏറ്റവും അല്ലേ, അതായത് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതർ ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻക്ലൂഡ് TCL, അതായത് ടിക്കിൾ, പൈത്തൺ, റൂബി, VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് വിൻഡോസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആപ്പിൾ സ്ക്രിപ്റ്റ് ഫോർ മാക്.
Then ഇനി വരുന്നത് സ്ക്രിപ്റ്റിംഗ് ഓൺ മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻസിലും യൂസ് ചെയ്തിരിക്കുന്നത് VB സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഹാസ് ഓൾസോ ഡെവലപ്ഡ് എ വെരി ജനറൽ സ്ക്രിപ്റ്റിംഗ് ഇന്റർഫേസ്, അതാണ് വിൻഡോസ് സ്ക്രിപ്റ്റ്, that is implemented uniformly by the operating system, the web server and the Internet Explorer browser. Okay, ini a Windows script implementation of JScript, the company's version of the JavaScript, comes pre-installed on Windows machine. Many other Microsoft applications use VB script as an extension language. അപ്പോൾ എന്ത് പറയാം, അതായത് ഈ VB സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഇനി വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ബോത്ത് ബാച്ച് ആൻഡ് ഇന്ററാക്റ്റീവ് യൂസ്, എക്കണോമി ഓഫ് എക്സ്പ്രഷൻ, ലാക്ക് ഓഫ് ഡിക്ലറേഷൻ, സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസ്, flexible dynamic typing, easy access to other programs, sophisticated pattern matching and string manipulation, high level data types. Okay, ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് ബാച്ച് ആൻഡ് ഇന്ററാക്റ്റീവ് യൂസ്. അതായത് ചില ലാംഗ്വേജ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കമ്പൈലറിന് ആ ഒരു എൻറ്റയർ സോഴ്സ് പ്രോഗ്രാം ഫുൾ ആയിട്ട് ആവശ്യമായിട്ട് വരികയാണ്. പക്ഷെ ചില സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ either compile or interpret line by line. അതാണ് പറയുന്നത് ബാച്ച് ആയിട്ടോ, അതായത് ഫുൾ പ്രോഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടോ, അതാണ് ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വരുന്നത് എക്കണോമി ഓഫ് എക്സ്പ്രഷൻ ആണ്. അതിൽ ടു വേരിയൻസ്, സം മേക്ക് ഹെവി യൂസ് ഓഫ് പങ്ക്ച്വേഷൻ ആൻഡ് ഷോർട്ട് ഐഡന്റിഫയേഴ്സ് ലൈക്ക് പേൾ, while others emphasize English like functionality. ഇതിൽ വേറെ ഒന്നുമല്ല പറയുന്നത്, അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പ്രോഗ്രാം ലാംഗ്വേജ് പോലെ സാധാരണ രീതിയിൽ പോലെ കുറേ കോഡ് ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ലാന്ന്. ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ മിനിമം കോഡ്സ് ഉപയോഗിച്ചിട്ട് മിനിമം ലൈൻസിൽ കോഡ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈൽ വരുന്നത്. ചുരുങ്ങിയ കോഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിനെയാണ് എക്കണോമി ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലേക്ക് ഓഫ് ഡിക്ലറേഷൻ, സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസ്. അതായത് സാധാരണ നമ്മൾ പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണ് ഡിക്ലറേഷൻ അല്ലെ, എല്ലാ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ വേരിയബിൾസും ഒക്കെ ഡിക്ലെയർ ചെയ്ത് എല്ലാം വെക്കും. പക്ഷെ ഇവിടെ ആ ഒരു നിർബന്ധം അങ്ങനെ വരുന്നില്ല. ലേക്ക് ഓഫ് ഡിക്ലറേഷൻ ആണ്. പിന്നെ വരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പിംഗ് റൂൾസിന്റെ കേസാണ്, സിമ്പിൾ സ്കോപ്പിംഗ് റൂൾസ് ആണ്. അതാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പേൾ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇൻ പേൾ എവറിത്തിങ് ഈസ് ഓഫ് ഗ്ലോബൽ സ്കോപ്പ് ബൈ ഡിഫോൾട്ട്, ബട്ട് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ക്യാൻ ലിമിറ്റ് ദി സ്കോപ്പ് ടു ലോക്കൽ. ഇനി PHPയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് എങ്ങനെയാണ്, ഇവിടെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ആണ്. ആൻഡ് എനി ഗ്ലോബൽ വേരിയബിൾസ് മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ്ലി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി പൈത്തന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻ പൈത്തൺ എവറിത്തിങ് ഈസ് ലോക്കൽ ടു ദി ബ്ലോക്ക് ഇൻ വിച്ച് ദി അസൈൻമെന്റ് അപ്പിയേഴ്സ് ആൻഡ് സ്പെഷ്യൽ സിൻടാക്സ് ഈസ് റിക്വയർഡ് ടു അസൈൻ എ വേരിയബിൾ ഇൻ ആൻഡ് സറൗണ്ടിങ് സ്കോപ്പ്. ഓക്കെ, അപ്പൊ അതാണ് ലേക്ക് ഓഫ് ഡിക്ലറേഷൻ. അതുപോലെ തന്നെ ആ ഒരു സ്കോപ്പിംഗ് റൂൾസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഡൈനാമിക് ടൈപ്പിംഗ്. അതായത് PHP, പൈത്തൺ, റൂബി ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലൊക്കെ വേരിയബിളിന്റെ ടൈപ്പ് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്. ഓക്കെ, ദി ടൈപ്പ് ഓഫ് എൻ വേരിയബിൾ ഈസ് ഓൺലി ചെക്ക് റൈറ്റ് ബിഫോർ യൂസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് $A = 4. അവിടെ 4 എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ പ്രിന്റ് $A3. ഇവിടെ എന്താ സംഭവിച്ചത്, ആ ഒരു ഓപ്പറേഷനിൽ അതായത് കോൺകാറ്റിനേഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ റിസൾട്ട് നോക്കിയേ 4-3 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്ത എന്താ, പ്രിന്റ് $A+3. അപ്പോൾ ഇവിടെ അഡീഷൻ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത് അല്ലെ, അഡീഷൻ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചേ, അതായത് ഇവിടെ ടൈപ്പ് എന്താ ശരിക്കും ഇന്റീജർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് 7 എന്ന് പറഞ്ഞു കിട്ടി. അതാണ് പറയുന്നത് ഓരോ വേരിയബിളിന്റെയും വേരിയബിളിന്റെ ടൈപ്പ് എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അതിന്റെ ടൈപ്പ് വരുന്നത്, അല്ലാതെ ഓൾറെഡി അതിന്റെ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, അതാണ് ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാല്. ദെൻ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈസി ആക്സസ് ടു അതർ പ്രോഗ്രാംസ്. അപ്പോൾ അതർ പ്രോഗ്രാംസിനെ ആക്സസ് ചെയ്യാനായിട്ട് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് OS ഫംഗ്ഷനാലിറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വൈൽ ഓൾ ലാംഗ്വേജസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ OS
functionality അതുപോലെ തന്നെ scripting languages generally provide amazing and much more fundamental built-in support. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത് directory and file manipulation, IO modules, sockets, database access, password and authentication support and network communication. Okay, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മറ്റ് പ്രോഗ്രാംസിനെ എന്ത് ചെയ്യാൻ പറ്റും, access ചെയ്യാൻ പറ്റും. അതിനുള്ള capability scripting languages ഉണ്ട്. Okay, ഇനി sophisticated pattern matching and string manipulation. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് പേൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, പേൾ ഈസ് ദി മാസ്റ്റർ ഓഫ് ദിസ്, ബട്ട് ഇറ്റ് ട്രേസസ് ബാക്ക് ടു ദി ടെക്സ്റ്റ് പ്രോസസ്സിംഗ് SCD or AWK ancestry. Okay, these are generally based on extended regular expression. Then അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഡാറ്റ ടൈപ്സ്. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സെറ്റ്, അതുപോലെ ഡിക്ഷണറി, ലിസ്റ്റ്, ട്യൂപ്പിൾസ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതായത് C++, ജാവ ലാംഗ്വേജസ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇതുപോലെ സെറ്റ്, ഡിക്ഷണറി, ലിസ്റ്റ്, ട്യൂപ്പിൾസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതായത് സെപ്പറേറ്റ്ലി ഇമ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ സെപ്പറേറ്റ്ലി ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് സപ്പോർട്ട് ചെയ്തോളും. ഓക്കെ, പിന്നെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ലൈക്ക് അറേസ് ഇൻഡെക്സ് യൂസിങ് ഹാഷ് ടേബിൾസ് ആർ ക്വൈറ്റ് കോമൺ. ഈസി ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടുത്തെ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഓട്ടോമാറ്റിക് ആണ്. സോ യൂസർ നെവർ ഹാസ് ടു ഡീൽ വിത്ത് ഹീപ്പ് ഓർ സ്റ്റാക്ക് ഇഷ്യൂ. ഓക്കെ, യൂസർ അല്ലെങ്കിൽ ഡെവലപ്പറിന് ഒരു ഹീപ്പ് സ്റ്റാക്ക് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതിനൊന്നും ബോദർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, then ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്, സ്കോപ്പ് ആൻഡ് നെയിംസ്. അപ്പോൾ മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലും വേരിയബിൾ ഡിക്ലറേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി പേൾ അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ് ലാംഗ്വേജിലൊക്കെ ഓപ്ഷണൽ ആയിട്ട് ഡിക്ലറേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് പറയുന്നത് പേൾ ആൻഡ് ജാവ സ്ക്രിപ്റ്റ് പെർമിറ്റ് ഓപ്ഷണൽ ഡിക്ലറേഷൻ. ഇനി പേൾ ലാംഗ്വേജിന്റെ കേസിൽ ആ ഒരു ലാംഗ്വേജ് യൂസ് സ്ട്രിക്റ്റ് വാസ് ഈ ഒരു മോഡിലാണ് റൺ ചെയ്യുന്നിരിക്കുക ഈ ഒരു ലാംഗ്വേജ്. അതിന്റെ മീനിങ് എന്താ, സ്ട്രിക്റ്റ് വാസ് എന്ന് പറയുമ്പോൾ അതായത് വേരിയബിൾ ഡിക്ലറേഷൻ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് റിക്വയർ ഡിക്ലറേഷൻ. ഇനി ഡിക്ലറേഷൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും യൂസ് ഡൈനാമിക് ടൈപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ടൈപ്പിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതായത് ടൈപ്പ് ചെക്കിംഗ് ഒക്കെ എപ്പോഴായിരിക്കും, റൺ ടൈമിലായിരിക്കും. ഓക്കെ, ദി ഇന്റർപ്രിറ്റർ ക്യാൻ പെർഫോം ടൈപ്പ് ചെക്കിംഗ് അറ്റ് റൺ ടൈം. ദെൻ ഇനി വരുന്നത് നെസ്റ്റിംഗ് ആൻഡ് സ്കോപ്പിംഗ് ആണ്. അതായത് ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ നെസ്റ്റിംഗിനെ അലോ ചെയ്യും, ചിലപ്പോൾ അലോ ചെയ്യില്ല. അതുപോലെ തന്നെ സ്കോപ്പിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ആവാം, ചിലതിൽ ഡൈനാമിക് ആവാം. ഓക്കെ, ഇനി അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സ്കീം, പൈത്തൺ, ജാവ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, ദാറ്റ് പ്രൊവൈഡ് ദി ക്ലാസിക് കോമ്പിനേഷൻ ഓഫ് നെസ്റ്റഡ് സബ് റൂട്ടീൻ ആൻഡ് സ്റ്റാറ്റിക് സ്കോപ്പ്. ഓക്കെ, ഇനി TCL ആണെങ്കിൽ അവിടെയും അതായത് നെസ്റ്റഡ് സബ് റൂട്ടീനെ അലോ ചെയ്യുന്നുണ്ട്. TCL allows subroutine to nest, പക്ഷേ ഇവിടെ ഡൈനാമിക് സ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PHP അതുപോലെ തന്നെ റൂബി ഈ കേസിലാണെങ്കിൽ നെസ്റ്റഡ് സബ് റൂട്ടീൻസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, അലോ ചെയ്യുന്നില്ല. നെയിംഡ് സബ് റൂട്ടീൻ ഡു നോട്ട് നെസ്റ്റ് ഇൻ PHP ഓർ റൂബി. ഇനി പേൾ ലാംഗ്വേജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെസ്റ്റഡ് ബ്ലോക്സ് ആണ്. നെസ്റ്റഡ് ബ്ലോക്സിനെ അലോ ചെയ്യുന്നുണ്ട്. ആ നെസ്റ്റഡ് ബ്ലോക്സ് സ്റ്റാറ്റിക്കലി ആണ് സ്കോപ്പ് ചെയ്തിരിക്കുന്നത്. Okay, ഇനി in Ruby they are part of the name scope in which they appear. ഇനി വരുന്ന കേസ് എന്ന് വെച്ചാൽ PHP അതുപോലെ തന്നെ അത് മേജർ ഗ്ലൂ ലാംഗ്വേജ് ഉണ്ടല്ലോ, പേൾ, TCL, പൈത്തൺ, റൂബി all have sophisticated namespace rules. Then ഇനി വരുന്നത് നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു അൺഡിക്ലെയർഡ് വേരിയബിൾ വിത്ത് സ്റ്റാറ്റിക് സ്കോപ്പ് അവിടെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ X എന്നുള്ള ഒരു വേരിയബിൾ, ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ വേരിയബിൾ ലോക്കൽ ആണോ, ഗ്ലോബൽ ആണോ, ഇൻ ബിറ്റ്വീൻ ആണോ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് ഓരോ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ പേൾ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ വേരിയബിൾസും ഗ്ലോബൽ ആണ്. ഓക്കെ, ഇനി വേരിയബിൾസിനെ ഗ്ലോബൽ അല്ലാതെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഇനി ലോക്കൽ ആക്കിയിട്ട് വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി PHPയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ വേരിയബിൾസും ലോക്കൽ ആണ്. ഇനി അതിനെ ഗ്ലോബൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ്ലി ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റൂബി. ഇവിടെ 2 ലെവൽസ് ആണ് വരുന്നത്. ഇപ്പോൾ $FOO അതായത് ഫു. ഓക്കെ, $FOO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ആണ്, വന്നിട്ടില്ലെങ്കിൽ ലോക്കൽ ആണ്.
ഓക്കെ, അതുപോലെ @foo ഇതെന്ന് പറഞ്ഞാൽ ഈസ് ഇൻസ്റ്റൻസ് ഓഫ് കറന്റ് ഒബ്ജക്റ്റ്. ഇനി രണ്ട് @ വന്നിട്ടുണ്ടെങ്കിൽ ഈസ് ഇൻസ്റ്റൻസ് വേരിയബിൾ ഓഫ് കറന്റ് ഒബ്ജക്ട്സ് ക്ലാസ്. ഓക്കെ, ഇനി പൈത്തൺ ലാംഗ്വേജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വേരിയബിൾസും ലോക്കലാണ്. ഇനി അല്ലാത്ത കേസിലേക്ക് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പ്ലിസിറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി വരുന്നത് സ്കോപ്പ് ഇൻ പൈത്തൺ ആണ്. പൈത്തണിൽ നെസ്റ്റഡ് സ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബൈ ഡിഫോൾട്ട് ദർ ഈസ് നോ വേ ഫോർ എ നെസ്റ്റഡ് സ്കോപ്പ് ടു റൈറ്റ് ടു ആൻ നോൺ ലോക്കൽ ഓർ നോൺ ഗ്ലോബൽ സ്കോപ്പ്. ഇനി ആർ പ്രോഗ്രാമിന്റെ കേസ് എടുത്താൽ അവിടെ ആർ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് കൺവെൻഷൻ. നോർമൽ അസൈൻമെന്റ് ഉണ്ട്, അതുപോലെ സൂപ്പർ അസൈൻമെന്റ് ഉണ്ട്. എന്താണ് നോർമൽ അസൈൻമെന്റ് എന്ന് വെച്ചാൽ നോർമൽ അസൈൻമെന്റ് പുട്ട് വാല്യൂ ഇൻ ടു ദി ലോക്കൽ വേരിയബിൾ. ഇനി സൂപ്പർ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പുട്ട് വാല്യൂ ഇൻ ടു whatever variable would be found under normal, അതായത് സ്റ്റാറ്റിക് സ്കോപ്പിംഗ് റൂൾ. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും റെപ്രസെന്റേഷൻ, അസൈൻമെന്റ് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ സ്കോപ്പ് ആൻഡ് നെയിംസ് ആണ്, സ്കോപ്പിംഗ് റൂൾസും ഒക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് പാറ്റേൺ മാച്ചിങ്, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സ് ഒക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ അത് പാർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിരുന്നു പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്, കുറേ വട്ടം റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നന്നായിരുന്നു പഠിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.